start with an example. Let V be the space of polynomial functions from f into f, and we define four operators: d equal to differential operator on v, t equal to multiplication by x, e equal to indefinite integral operator, and u equal to remove the constant term and divide by x. Find DE, ED, UT and TU. Let f of x equal to a0 plus a1x plus etc. an x raised to n. അത് ഡിഗ്രി എന്നാണെന്ന് പറഞ്ഞിട്ടില്ല, ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആണ്. ലെറ്റ് വി ബി ദ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തപ്പോൾ ഒരു എൻ ഡിഗ്രി എടുത്തു എന്നേ ഉള്ളൂ. എൻ ഡിഗ്രി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആണ്. പോളിനോമിയൽ ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആയിട്ടാണ് എടുക്കേണ്ടത്. പ്ലസ് എക്സെട്ര എന്ന് എടുക്കണം. ഓക്കെ, ഇനി അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് വരിക? a1 പ്ലസ് 2a2x പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി ടി ഓഫ് എക്സ് എങ്ങനെയാണ് വരിക? ടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് ആണ്. എഫ് ഓഫ് എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ ഇരിക്കും? a0x പ്ലസ് a1x സ്ക്വയർ പ്ലസ് എക്സെട്ര. ആ ഫോമിലാണ് വരിക. ഇനി ഇ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലോ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരിക? a1x പ്ലസ് a1x സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര. ഇനി യു ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? റിമൂവ് ദ കോൺസ്റ്റൻറ്റ് ടേം, അതായത് a0നെ റിമൂവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ a1xനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? a1 പ്ലസ് a2x പ്ലസ് എക്സെട്ര. അപ്പം ഇവിടെ nth ഡിഗ്രി ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലെറ്റ് വി ബി ദ സ്പേസ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഡിഗ്രി പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് n എന്ന് എടുക്കാൻ പാടില്ല. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തപ്പോൾ n എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇൻഫിനിറ്റ് ഡയമെൻഷനിലാണ് പറയുന്നത്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? ഡി ഇ കാണണം, ഇ ഡി കാണണം, യു ടി കാണണം, ടി യു കാണണം. ഓക്കെ, അപ്പോൾ ഡി ഇ ഓഫ് എഫ് ഓഫ് എക്സ് എന്താ വരിക? ആദ്യം ഇ ഓഫ് എഫ് ഓഫ് എക്സ് കാണും. ഇ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? a0x പ്ലസ് a1x സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര. അതിൽ ഡി ഓപ്പറേറ്റ് ചെയ്യാം. വീണ്ടും ഡി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ a0 പ്ലസ് 2a1x ബൈ 2 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെയാണ് വരിക. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഐ ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫ. അപ്പോൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഐ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡി ഇ എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിയത്? ഐ ആണ് കിട്ടിയത്. അതായത് ഡി ഇ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡി ഈസ് ദ ലെഫ്റ്റ് ഇൻവേഴ്സ് ഓഫ് ഇ, അല്ലെങ്കിൽ തിരിച്ചു പറയാം ഇ ഈസ് ദ റൈറ്റ് ഇൻവേഴ്സ് ഓഫ് ഡി. ഓക്കെ, ഇനി ഇ ഡി എന്താണെന്ന് നോക്കാം. ഇ ഡി എന്ന് പറയുമ്പോൾ ആദ്യം ഡെറിവേറ്റീവ് കാണുക. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a1 പ്ലസ് 2a2x പ്ലസ് എക്സെട്ര. അതിന് വീണ്ടും ഇ കാണുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ a1x പ്ലസ് 2a2x സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര ദറ്റ് ഈസ് ഈക്വൽ ടു a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര. അത് എഫ് ഓഫ് എക്സ് അല്ലല്ലോ, അതിൽ കോൺസ്റ്റൻറ്റ് ടേം ഇല്ല. അപ്പോൾ അത് എഫ് ഓഫ് എക്സ് അല്ല, അത് ഐ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇ ഡി നോട്ട് ഈക്വൽ ടു ഐ. അപ്പോൾ ഡി ഇ ഐ ആണ്, പക്ഷേ ഇ ഡി എന്നുള്ളത് ഐ അല്ല, അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓൾസോ ഡി ആൻഡ് ഇ ആർ നോട്ട് ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഡി ഇ ഈക്വൽ ടു ഇ ഡി ഈക്വൽ ടു ഐ ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ടത് ഇൻവെർട്ടിബിൾ അല്ല. പക്ഷേ എന്ത് പറയാം? ഡി ഈസ് ദ ലെഫ്റ്റ് ഇൻവേഴ്സ് ഓഫ് ഇ എന്നും ഇ ഈസ് ദ റൈറ്റ് ഇൻവേഴ്സ് ഓഫ് ഡി എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എൻ ഓഫ് ഡി എന്താണെന്ന് നോക്കാം. അതായത് നൾ സ്പേസ് ഓഫ് ഡി. നൾ സ്പേസ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദാറ്റ്. എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്നാണ് എടുക്കുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് സച്ച് ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് 0. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് 0 ആവുന്നത് ഏതൊക്കെ ടേംസിനാണ്? കോൺസ്റ്റൻസിനാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻസ് മാത്രമാണ് എൻ ഓഫ് ഡിയിൽ വരിക. അപ്പോൾ എൻ ഓഫ് ഡി എന്ന് പറയുന്നത് 0 അല്ല, എൻ ഓഫ് ഡി എന്ന് പറയുന്നത് നോൺ സിംഗുലർ അല്ല. എൻ ഓഫ് ഡി 0 ആയാലാണ് നമ്മൾ എന്ത് പറയുക? നോൺ സിംഗുലർ എന്ന് പറയാം. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് അത് സിംഗുലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി റേഞ്ച് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻ സച്ച് ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ഏതൊക്കെ ടേംസിൻ്റെ ഡെറിവേറ്റീവ് ആണോ ജി ഓഫ് എക്സ് ഫോമിൽ വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ വിയിലുള്ള എല്ലാ പോളിനോമിയൽസിനും അതിൻ്റെ ഡെറിവേറ്റീവ് പോളിനോമിയൽ ഫോമിൽ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ റേഞ്ച് ഡി എന്ന് പറയുന്നത് വി ഇറ്റ് സെൽഫ്. വി എന്ന് പറയുന്നത് സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഓൺ ടു ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് 3.9 എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യില്ല. 3.9 പറഞ്ഞത് എന്തായിരുന്നു? രണ്ടിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആവുകയും ഫൈനൈറ്റ് ഡയമെൻഷൻ ആവുകയും ചെയ്യുകയാണെങ്കിൽ ഇൻവെർട്ടിബിൾ ഈക്വൽ ടു
നോൺ സിംഗുലർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൺ ടു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൺ ടു ആണ്, പക്ഷേ എന്തല്ല, നോൺ സിംഗുലർ അല്ല. അതിന് കാരണം ഇതാണ്, വി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനൽ അല്ല. ഓക്കെ, ഇനി യു ടി എന്താണെന്ന് നോക്കാം. യു ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, യു ഓഫ് ടി ഓഫ് എഫ് ഓഫ് എക്സ്. ടി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് ആണ്. വീണ്ടും യു കാണാൻ പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേമിനെ മാറ്റി നിർത്തി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് വീണ്ടും എന്താ കിട്ടുന്നത്, എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഐ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, യു ടി ഈക്വൽ ടു ഐ എന്ന് കിട്ടും. ഇനി ടി യു ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം യു ഓഫ് എഫ് ഓഫ് എക്സ് കാണുക, പിന്നെ ടി കാണുക. ഓക്കെ, അപ്പോൾ അത് എഫ് ഓഫ് എക്സ് അല്ല എന്ന് നമുക്ക് കിട്ടും. ടി യു നോട്ട് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. ഇനി എൻ ഓഫ് ടി വേണമെങ്കിൽ എന്താണെന്ന് നോക്കാം. എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ടി ഓഫ് എഫ് ഓഫ് എക്സ് 0. അതായത് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് 0, മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് ചെയ്യുമ്പോൾ 0 കിട്ടണം. എക്സ് എന്തായാലും നോൺ സീറോ ആണ്, അപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് 0 ആവാനുള്ള ചാൻസ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആവാമെന്ന് പറഞ്ഞാൽ എൻ ഓഫ് ടി എന്താണ്, 0 ആണെന്നർത്ഥം. അപ്പോൾ ടി ഈസ് നോൺ സിംഗുലർ. ഇനി നമ്മൾ ഓൾജിബ്രയിൽ ഒരു റിസൾട്ടാണ്, അതായത് ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ. ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്, എ സെറ്റ് ജി പിന്നെ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ അല്ലെങ്കിൽ എ റൂൾ വിച്ച് അസോസിയേറ്റ്സ് വിത്ത് ഈച്ച് പെയർ ഓഫ് എലമെൻറ്റ്സ് എക്സ് കോമ വൈ ഇൻ ജി എൻ എലമെൻറ്റ് എക്സ് വൈ ഇൻ സച്ച് എ വേ ദാറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എക്സ് ഇൻറ്റു വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു സെഡ്, ദറ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. There is an element E in G such that Ex equal to Xc equal to X for every X in G. Identity element ഉണ്ടായിരിക്കണം. To each element X in G, there corresponds an element X inverse in G such that X into X inverse equal to X inverse X equal to E. അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ഓപ്പറേഷൻ, അതായത് യുവും ടിയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിൽ യു ടി എന്നുള്ളൊരു കോമ്പോസിഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഇൻവെർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ വി ടുഗദർ വിത്ത് ദി കോമ്പോസിഷൻ ഓപ്പറേഷൻ ഇസ് എ ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞ ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ യുവും ടിയും അങ്ങനെയുള്ള ലീനിയർ ഓപ്പറേറ്റേഴ്സാണ്. ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ലീനിയർ ഓപ്പറേറ്റേഴ്സാണ് യുവും വിയും. അതിൻ്റെ ഒരു കോമ്പോസിഷൻ യു ടി അതെടുക്കുകയാണെങ്കിൽ അതെന്ത് ഫോം ചെയ്യും, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നോക്കാം. യുവും ടിയും ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ യു ടി എന്നുള്ളൊരു കോമ്പോസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. യു ടി എന്നുള്ള ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ടി എന്നുള്ള ഒരു ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഐ ടി എന്നുള്ളത് ഒരു കോമ്പോസിഷനാണ്. ഐ ടി അല്ലെങ്കിൽ ടി ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ടി ഈക്വൽ ടു ടി ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ടി ഇൻറ്റു ടി ഇൻവേഴ്സ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഈക്വൽ ടു ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എന്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷന് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ഒരു ടിയും യുവും ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആണെങ്കിൽ, ഇൻവെർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആണെങ്കിൽ കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. യു ടി എന്നുള്ളൊരു കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം യുവും ടിയും നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ യു ടി സെഡ് മൂന്ന് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ യു ടി സെഡ് ഈക്വൽ ടു യു ഇൻറ്റു ടി സെഡ് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അണ്ടർ ദി ഓപ്പറേഷൻ കോമ്പോസിഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ടിക്ക് ഒരു ടി ഇൻവേഴ്സ് ഉണ്ട്. ടി ഇൻറ്റു ടി ഇൻവേഴ്സ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഈക്വൽ ടു ഐ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ടി ഇൻറ്റു ഐ ഈക്വൽ ടു ഐ ഇൻറ്റു ടി ഈക്വൽ ടു ടി എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് അതൊരു ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അത് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റില്ല. കാരണം യു ടി നോട്ട് ഈക്വൽ ടു ടി യു ആണ്. എപ്പോഴും ശരിയാകണമെന്നില്ല. യു ടി നോട്ട് ഈക്വൽ ടു ടി യു ജനറലി. അതുകൊണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്തത് നമുക്കൊരു ഡെഫിനീഷനാണ്. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ആർ വെക്റ്റർ സ്പേസസ് ഓവർ ദ ഫീൽഡ് എഫ്. എനി വൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വി ഓൺ ടു ഡബ്ല്യു ഈസ് കോൾഡ് ആൻ ഐസോമോർഫിസം ഓഫ് വി ഓൺ ടു ഡബ്ല്യു. അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 ഓൺ ടു ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ഓൺ ടു ഡബ്ല്യു ദറ്റ് ഈസ് 1 ആൻഡ് ഓൺ ടു, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഐസോമോർഫിസം ഓഫ് വി ഓൺ ടു ഡബ്ല്യു. അടുത്തതൊരു തിയറം നോക്കാം.
every n-dimensional vector space over the field F is isomorphic to the space Fn. n-dimensional ആയൊരു വെക്ടർ സ്പേസ് എഫ് എന്നിനോട് ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് രണ്ട് സ്പേസസ് ഐസോമോർഫിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ ഡൈമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ലെറ്റ് വി ബി എൻ ഡൈമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ്. Then V has an ordered basis B equal to alpha 1, alpha 2, etc. alpha n. Then any vector alpha belongs to V, we can express alpha as alpha equal to x1 alpha 1 plus x2 alpha 2 plus etc. xn alpha n, where x1, x2, etc. xn are scalars. We define a function t from V to Fn as t of alpha, that is equal to x1, x2, etc. xn. അതായത് കോർഡിനേറ്റ്സ് ഓഫ് ആൽഫ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കോർഡിനേറ്റ് മെട്രിക്സ് കാണുക? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി കാണാൻ എന്ത് ചെയ്താൽ മതി, ആൽഫേനെ ബിയുടെ എലമെൻസിൻ്റെ ഫോമിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതുക. ആൽഫ എന്നുള്ള എലമെൻറ്റിനെ ബേസിസ് ബിയുടെ ടേംസിൽ എന്ത് ചെയ്യുക, ഒരു ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആൽഫേനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n. എന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എടുക്കുക. അതിൻ്റെ കോയിഫിഷ്യൻസ്, ആ കോയിഫിഷ്യൻസിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നതാണ് അതിൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് കോർഡിനേറ്റ് മെട്രിക്സ് എന്ന്. അപ്പോൾ ആൽഫയുടെ വിത്ത് റെസ്പെക്ട് ടു ബേസിസ് ബി ആയിട്ടുള്ള കോർഡിനേറ്റ് മെട്രിക്സ് ആണ് x1, x2, etc. xn. അതിനെ ഒരു എൻറ്റപ്പിളാക്കി എഴുതുന്നതാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ടി ഓഫ് ആൽഫ എന്ന് പറയുന്നത് x1, x2, etc. xn ആണ്. ദറ്റ് ഈസ് കോർഡിനേറ്റ്സ് ഓഫ് ആൽഫ റിലേറ്റീവ് ടു ദ ബേസിസ് ബി. ഇനി ഒരു ബീറ്റയും കൂടി വിയിൽ എലമെൻ്റ് ആണെങ്കിൽ ബീറ്റേനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, y1 ആൽഫ 1 പ്ലസ് y2 ആൽഫ 2 എക്സെട്ര yn ആൽഫ n. അപ്പോൾ ടി ഓഫ് ബീറ്റ എന്ത് വരും, y1, y2, എക്സെട്ര yn എന്നുള്ള എൻ ടപ്പിളാണ് വരിക. അപ്പോൾ അതുപോലെ സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക, cx1 പ്ലസ് y1 ഇൻറ്റു ആൽഫ 1 പ്ലസ് cx2 പ്ലസ് y2 ഇൻറ്റു ആൽഫ 2 പ്ലസ് എക്സെട്ര cxn പ്ലസ് yn ഇൻറ്റു ആൽഫ n. അപ്പോൾ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് വരിക. ഓക്കെ, ആ കോർഡിനേറ്റ്സിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് cx1, cx2, എക്സെട്ര cxn പ്ലസ് y1, y2, എക്സെട്ര yn എന്ന് എഴുതാം. സി ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ സി ഇൻറ്റു x1, x2, എക്സെട്ര xn പ്ലസ് y1, y2, എക്സെട്ര yn, ദാറ്റ് ഈസ് സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ടി ലീനിയർ ആണെന്ന് കിട്ടും. ഇനി 1, 1 on 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ടി ആൽഫയും ടി ബീറ്റയും ഈക്വൽ ആണെന്ന് എടുക്കുക. അതായത് x1, x2, എക്സെട്ര xnഉം y1, y2, എക്സെട്രynഉം ഈക്വൽ ആണെന്ന് എടുക്കും. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, x1 ഈക്വൽ ടു y1, x2 ഈക്വൽ ടു y2 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് 1, 1 ആണെന്ന് കിട്ടി. ഓൺ ടു നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ടി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ടി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കുക, എഫ് എന്നിൽ വിയിൽ നിന്ന് എഫ് എന്നിലേക്കാണ് ടി എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എഫ് എന്നിലെ ഒരു എൻടപ്പിൾ എടുക്കുക, z1, z2, എക്സെട്ര zn എന്ന്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഗാമ കണ്ടുപിടിക്കാൻ പറ്റും. ഗാമ ഈക്വൽ ടു z1 ആൽഫ 1 പ്ലസ് z2 ആൽഫ 2 പ്ലസ് എക്സെട്ര zn ആൽഫ n എന്ന് പറയുന്ന ഒരു ഗാമ വിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ടി ഓഫ് ഗാമ ഈക്വൽ ടു z1, z2, എക്സെട്ര zn എന്നുള്ള ഒരു കോർഡിനേറ്റ് മെട്രിക്സ്, കോർഡിനേറ്റ് വെക്ടർ. അതായത് ആ കോർഡിനേറ്റ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ആ എൻടപ്പിൾ എഴുതുന്നത്. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഓൺ ടു ആണെന്ന് പറയും. അപ്പോൾ ടി എന്നുള്ള റിലിയൻ ട്രാൻസ്ഫോർമേഷൻ 1, 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് വി എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു എഫ് എൻ ആണ്. അപ്പോൾ രണ്ട് സ്പേസസ് ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ ഡൈമെൻഷൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ.